ഹലോ മച്ചന്മാരെ, പ്രോ ഗെയിമർ വൈറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിച്ചപ്പോൾ നമ്മൾ ഗ്രാനിയുടെ ഒരു ഹാർഡ് മോഡ് എസ്കേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 2 ദിവസത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അതും ഹാർഡ് മോഡിലായിരുന്നു. കാണാത്തവർ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് കയറി വരിക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയതായിട്ട് കളിക്കാൻ പോകുന്നത് സ്ലെൻഡ്രീന ദ സെല്ലാറാണ്. ഇത് ഹാർഡ് മോഡിലൊന്നല്ല, നോക്കേണ്ട കാര്യമേ ഇല്ല. ഹാർഡ് മോഡൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒരു 8 ബുക്ക് ആ വീട്ടിൽ നിന്ന് എത്തി എത്രോട്ടെന്ന്. ഗ്രാനിയിലൊക്കെയാണ് 10 മണിക്കൂറാണ് കേസ് ലോഡിങ്. ഇത് എക്സിറ്റ് എത്തിയില്ലോ. അവിടെ നിന്ന് കുറച്ച് ചുണ്ണി ബുക്കുകൾ വേണമെന്നാണ് ഇവർ പറയുന്നത്. അവരുടെ ആഗ്രഹം പോലെയാണ് സഹായിച്ചു കൊടുക്കാം. ഇവിടെ ഒരു കുട്ടിയുണ്ട് ഗൈസ് നമുക്ക്. ഓക്കെ, ആ കുട്ടിയുടെ പേരാണ് ഗൈസ് സ്ലെൻഡ്രീന. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാനി 3 പരിചയം ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം ഗൈസ്, നിങ്ങൾ പിന്നെ എന്തൊക്കെ പ്രൊഫഷണലായിട്ട് കണ്ട് അറിഞ്ഞിട്ട് വന്നേലേ, നടക്കട പോവേ. ഓക്കെ, അപ്പോൾ ഗൈസ് താരാ ഈ ഡോറും തുറന്നു തരുമോ? തുറന്നു തന്നു. അപ്പുറത്തെ ഡോറാണ് ഗൈസ് നമുക്ക് തുറന്നു തന്നെ. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, എൻ്റെ ചുണ്ണി പോയല്ലോ ഗൈസ്. അവൾ എങ്ങോട്ടാ പോയ? അതേ കിടക്കണ ഗൈസ്. ഇതന്നെ ഗൈസ് റോട്ടിലൊക്കെ ബുക്ക് കിടക്കണേ. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോവാം. അതിനു മുമ്പ് ഓക്കെ, ഇവിടെ റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ഇതാരാ? ആരാണ് ഗൈസ് അത്? നമ്മുടെ 8 കാല് വലയൊക്കെ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ സ്പൈഡർ സിലിണ്ടറിനെയാട്ടോ തന്നെ. ഓക്കെ ഗൈസ്, പുള്ളിക്കാരി എന്തോ 8 കാലിയുടെ ഗ്രൂപ്പേ കയറിയെന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ ചീഞ്ഞ്. ശരി ഗൈസ്, ഐസ് ആട് മുരളുന്നൊരു ശബ്ദം. എനിക്ക് തോന്നുന്നു സിലിണ്ടറിനൊക്കെ എന്തോ തലയ്ക്ക് മാനസികമായിട്ട് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അവിടെ കിടന്ന് കരയുന്നുണ്ട്. നമ്മൾ കാര്യമാക്കുന്നില്ല. ഞാനിപ്പോൾ വീണ്ടും ഏതോ ഒരു അജ്ഞാത വഴിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഇത് രണ്ടും തുറക്കുന്നു. സിലിണ്ടറിനെ പുറത്തേക്ക് ചാടുന്നു. ബട്ട് ഞാനൊന്നും കണ്ടില്ല. ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഗൈസ്, ഇട്ടേച്ച് പോയായിരുന്നേ. ഇപ്പോൾ നമ്മൾ മൂഞ്ചിയിരുന്നേനെ. ഓക്കെ, അപ്പോൾ ചുണ്ണികളടയട്ടെ ഗൈസ്. ഈ ചുണ്ണി വീട്ടിൽ വാതിലൊന്നും അടയില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് പോകണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. യെസ്, അങ്ങോട്ട് വഴിയില്ല. എടി മോളെ, നീ ഈ റൂമിൻ്റെ ഉള്ളിൽ വന്ന് നിന്നിട്ട് ഞാൻ എന്നെ കാണിക്കാനാ? ഓക്കെ ഗൈസ്, അവൾ ആ മുറിയുടെ ഉള്ളിൽ കണേന് എന്നെ വെറുതെ നോക്കി പേടിപ്പിക്കണം ഗൈസ്. ഓക്കെ, എനിക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടമല്ല ഗൈസ്. അതാണ് ഞാൻ നോക്കാൻ. ഓക്കെ, ഇല്ല, ഞാൻ നോക്കി നിന്നേനെ ഗൈസ്. സിലിണ്ടറിനയുടെ ഒരു ഭംഗിയും കാര്യങ്ങളും. ഈ ചുണ്ണി സ്ഥലം ഗൈസ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് കയറുകയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഈ ഭിത്തിയിലൊക്കെ കിടക്കണം തിളങ്ങുന്നുണ്ട്. ഞാൻ കരുതുന്നത് കീ ആണ്, ബട്ട് ഒരു ചുണ്ണിയുമല്ല ഗൈസ്. ആ സത്യം എനിക്ക് മാത്രമാണ് ഗൈസ് അറിയാവുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ താക്കോൽക്കാരൻ ഒന്നുമില്ല, 2 ബുക്കുകൾ മാത്രം. ഓക്കെ, അപ്പോൾ താക്കോൽ ഗൈസ്, നമ്മുടെ 3ാമത്തെ ചുണ്ണി കിട്ടിയിട്ടുണ്ട്. താക്കോലൊന്നും ഇതുവരെ കിട്ടുന്നില്ല. ഓക്കെ, ഒരു താക്കോൽ കിട്ടി. മുറിയെ മുടിഞ്ഞു പോയി എന്നാണ് എനിക്ക്. ഓക്കെ, ഇതാണ് ഗൈസ് റോട്ടിലൊക്കെ സാധനം കൊണ്ടു വച്ചേക്കുവാണ്. എന്തോ നമ്മുടെ പുള്ളിക്കാരിക്ക് തലക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ തലയ്ക്ക് എന്താ ഗൈസ് മെൻ്റൽ പ്രോബ്ലമാണ്. ഗ്രാനിയുടെ വീട്ടുകാർക്ക് തന്നെ പണ്ടേ ഉള്ളൊരു പ്രോബ്ലമാണ് ഗൈസ്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ ആരാണ്ട് വാതിലെടുക്കേണ്ട സൗണ്ട് കേൾക്കാം. അത് എവിടെ നിന്നാണ് കേട്ടതെന്ന് അറിഞ്ഞാണ് ഞാൻ പോയി നോക്കിയാനേ. ഓക്കെ, ഇവിടെ റൈറ്റിലൊരു വഴി ഗൈസ്. അജ്ഞാതകൾ നിറഞ്ഞുന്ന ഈ വഴി എങ്ങോട്ടാണ് ഗൈസ്? വീണ്ടും ഈ ചുണ്ണിവാവ എൻ്റെ മുമ്പിൽ വന്നതിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗൈസ്. പക്ഷേ നിങ്ങളുടെ അണ്ണൻ പേടിക്കില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് 4 ബുക്കായിട്ടുണ്ട്. ഇനി 4 ചുണ്ണിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ആരോ വന്ന് മറഞ്ഞു. ഡോർ ലോക്കാണെന്ന് പറഞ്ഞ് യാരാ? ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ തുറക്കാം. ഇവിടെ ഒരു താക്കോലെങ്കിലും തടവുക. ഇവിടെ നിന്ന് ഒരു ബുക്ക് എവിടെ നിന്നേലും കിട്ടുമായിരിക്കാം. കാണുന്നില്ല. ഓക്കെ, സന്തോഷം മാത്രം ഗൈസ്. ചോര ഗൈസ്, എനിക്ക് ചോര മുറിയിൽ പോകണം ഗൈസ്. ലോക്ക്ഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, 5ാമത്തെ ബുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ചോരമുറി എനിക്കൊന്ന് സെർച്ച് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഗൈസ്. ബട്ട് ഒരു ഇതെന്താണ് ഗൈസ്? ഓക്കെ, ആ പുള്ളിക്കാരി നമ്മുടെ 8 കാലി വാവയാണ്. അത് നമ്മൾ ഒന്ന് മാറി നിൽക്കൻ്റെ മോളെ. ഒരു സാധനം അന്വേഷിക്കുമ്പോൾ നടുക്ക് കയറി നിൽക്കുവാണ് ഗൈസ്. ഇവരുടെ കുടുംബക്കാർ മൊത്തം എങ്ങനെയാണ്? ഓക്കെ, 6 ബുക്കായിട്ടുണ്ട്. ഇനി വെറും 2 ചുണ്ണികൾ മാത്രം. ഓക്കെ, വഴി ഗൈസ്, ഒരു താക്കോൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്ലഡ് ഗൂസിങ് മുറി നമ്മൾ കണ്ടു. ആ ഒരു മുറി നമുക്കൊന്ന് തുറന്നു നോക്കാവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നു. ലെഫ്റ്റ് പിടിക്കുന്നു. ഓക്കെ ഗൈസ്, ചുണ്ണി തുറക്കുമ്പോൾ മൊത്തം ചോര എന്ന് ഞാൻ കരുതിയത് മാത്രമേ ഉള്ളൂ. ഈ മുറിയിൽ ഒരു ചുണ്ണി പോലും ഇല്ല ഗൈസ്. ഒരു ചുണ്ണി പോലും നമ്മളെ ഊക്കി വിട്ടു എന്നല്ലാതെ ഒരു മാങ്ങാത്തോല് പോലും ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പിടിക്കുന്ന ലെഫ്റ്റ്. എന്താടാ
എൻ്റെ സ്ക്രീൻ മൊത്തം ഇതാവുന്നു. ഓക്കെ, ഞാൻ ആ പുള്ളിക്കാരനെ കണ്ടും കൂടിയില്ല, വെറുതെ സ്ക്രീനിൽ ബ്ലഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നാ? ഓക്കെ, പുതിയൊരു അജ്ഞാതകൾ നിറഞ്ഞ സ്ഥലത്ത് 6 ബുക്കിൽ ഞാൻ തുടരുന്നു. ഒരു ബുക്ക് പോലും ഇവിടെ നിന്ന് കിട്ടുന്നില്ല. എടാ എന്തുവാണത്? ഓക്കെ, എടാ മാറിക്കേ. ഇതെന്താണ് ഗൈസ്? അപ്പറയായിരുന്നു പുള്ളിക്കാരി. ഓക്കെ, എനിക്കൊരു താക്കോൽ ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റിയില്ല ഗൈസ്. ഇല്ല ഞാൻ അടിച്ച് പരത്തിയാണ് ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ അണ്ണൻ. ഓ, എന്ത് ചുണ്ണിയാണ് ഗൈസ് എൻ്റെ നെഞ്ചത്തെ കൂടെ കയറി ഞരങ്ങുന്നവന്മാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്മച്ചി പോയിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അമ്മച്ചിയുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നില്ല ഗൈസ്. ഞാൻ പിടിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഗൈസ് ആ ഒരു ശീലം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. മുന്നോട്ട് കുതിക്കുകയാണ് ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടൊരു മുറിയുണ്ട്. അവിടെ ചിലപ്പോൾ ഒരു ബുക്ക് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് തന്നെ തുറന്നു നോക്കാം. ഇവിടെ അല്ലേ? ഇവിടെ ഇവിടെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ 8ാമത്തെ ബുക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി വെൽ ഡൺ നൗ മാറി നേടി പൂരാ. ഓക്കെ, അപ്പോൾ വെൽ ഡൺ നൗ റൺ ടു ദ എക്സിറ്റ്. ഇതെന്തിനാണ് ഗൈസ് ഇനി? ഓക്കെ, എനിക്കറിയത്തില്ല. അപ്പോൾ ഏതായാലും ഈ ചുണ്ണി കിട്ടിയല്ലേ ഗൈസ് നമുക്ക്. ഇതെന്നാ? ഇതാരാ? ഗൈസ് എനിക്കൊരു കീ കിട്ടി. ഞാനത് ഇവിടെ തന്നെ യൂസ് ചെയ്തു ഗൈസ്. അപ്പോൾ ഒരു പുള്ളിക്കാരി ഞാൻ നിൽക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് കഥയൊക്കെ പറഞ്ഞ് നാട്യമായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് കഥ അങ്ങ് വിട്ടേക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ പുള്ളിക്കാരി എന്നെ ഒന്ന് തല്ലിയിട്ടൊന്ന് പോയി, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എക്സിറ്റിലോട്ടാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. 8 ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 8 ചുണ്ണി നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് എൻ്റെ ആവുമെന്ന് പറയരുത് ദയവ് ചെയ്ത്. യെസ്, എക്സിറ്റ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ സിലിണ്ടറിയുടെ കുണുകുണു വീട്ടിൽ നിന്നും എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും പൊട്ടിച്ചിട്ടേക്കുക. നമ്മൾ ഷോർട്സ് കൂടി അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എസ്കേപ്പായ. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ പുതിയ വെറൈറ്റി ഗെയിംസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണുന്നവരായിരിക്കും ഗൈസ്. ബൈ.